بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയ നമ്മെ മഹാന്മാരായ അംബിയാ മുർസലീങ്ങളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം അല്ലാഹു സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടല്ല ഞാൻ വന്നത്. അത് സ്വാഭാവികമായി സംഘാടകർ അവരുടെ മാന്യതയ്ക്ക് വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. 4 മണിക്ക് ബാംഗ്ലൂരിലെത്തേണ്ട ഫ്ലൈറ്റ് ആണെങ്കിലും ഡിലേ ആയതുകൊണ്ട് അല്പസമയം നിങ്ങൾ കാത്തു നിന്നതുകൊണ്ട് നിങ്ങളോടാണ് ഞാൻ ക്ഷമ ചോദിക്കേണ്ടത് എന്ന് പൂർണ്ണമായി ബോധ്യമുണ്ട്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ മഗ്ഫിറത്തും അവൻ്റെ ഹിഫ്ളും തന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ 2 നസീഹത്തുകൾ, തറക്തു ലക്കും വാഇളൈനി നാതിഖൻ വസ്വാമിത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിലേക്ക് ഞാൻ 2 മഹത്തായ ഉപദേശത്തെ ഞാൻ ബാക്കി വച്ചിരിക്കുന്നു. നിങ്ങളിലേക്ക് 2 ഉപദേശത്തെ എല്ലാ കാലത്തേക്കും ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. അതിലൊന്നാമത്തത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫന്നാതിഖു. 2 ഉപദേശങ്ങളിൽ ഒന്ന് സൈലന്റായ ഉപദേശമാണ്, മറ്റൊന്ന് വാചാലനായി കൊണ്ടിരിക്കുന്ന ഉപദേശമാണ്.
ആ വാചാലനായി കൊണ്ടിരിക്കുന്ന ഉപദേശം എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ ഉപദേശമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് ഉപദേശങ്ങളെ എന്നേക്കുമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിലൊന്ന് സൈലന്റായ ഉപദേശവും മറ്റൊന്ന് വാചാലനാകുന്ന ഉപദേശവുമാണ് എന്ന് പറഞ്ഞപ്പോ അതിലൊന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞത് അൽ ഖുർആൻ, അത് ഖുർആനാണ് എന്നാണ്. കാരണം അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബിന്റെ കലാം. അതിന് തുടക്കമില്ല. ഖിയാമത്ത് നാൾ വരെ വള്ളിപുള്ളി മാറ്റമില്ലാതെ റബ്ബ് നിലനിർത്തും എന്ന് വാഗ്ദാനം നൽകിയ ഗ്രന്ഥം. 1400 വർഷമായി അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതും തുടക്കം പറയാൻ കഴിയാത്തതുമായ ഈ മഹത്തായ ഗ്രന്ഥം അത് എന്നും മനുഷ്യനിൽ ബാക്കിയാണ്. ഒരിക്കലും ആ ഖുർആനിന്റെ ഒരു പുള്ളിക്ക് പോലും മാറ്റം സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ഖുർആൻ ഓതണം, ഓതുന്ന സമയത്ത് ഫതബാക്കൗ, നിങ്ങൾ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതണം. അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ കരച്ചിൽ അഭിനയിച്ചുകൊണ്ടെങ്കിലും ഖുർആനിനെ ഓതണം എന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ പാഠം. അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ വലിയ ഉപദേശമാണ്. രണ്ടാമത്തേതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വസ്സാമിത്. രണ്ടാമത്തെ ഉപദേശം എന്ന് പറയുന്നത് അത് സൈലന്റായ ഉപദേശമാണ്. വാചാലതയില്ലാത്ത മനുഷ്യനെ തട്ടി ഉണർത്താനും മനുഷ്യനെ ബോധ്യപ്പെടുത്താനും മനുഷ്യനെ ഓർമ്മിപ്പിക്കാനും മനുഷ്യന്റെ മനസ്സിനെ ശബ്ദമില്ലാത്ത നിലക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഉപദേശം. ആ ഉപദേശമാണ് രണ്ടാമത്തേതായി അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അൽ മൗത്ത്, അത് മരണമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മനുഷ്യൻ എത്ര കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാലും എത്ര തന്നെ തന്റെ ഇടമുള്ളവനാണ് എന്ന് പറഞ്ഞാലും എന്തു തന്നെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു എന്ന് മനുഷ്യൻ എത്ര തന്നെ വീമ്പിളക്കുന്നവനായാലും അടുത്ത സെക്കൻഡിലും ഞാൻ ജീവനോടെ ബാക്കിയുണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ഒരൊറ്റ സൃഷ്ടിയും ഭൂമി ലോകത്ത് ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മനുഷ്യരാകുന്ന നമുക്ക് അല്ലാഹു തആല നൽകിയ വലിയ മഹത്തായ ഏറ്റവും വലിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഒരു നിഅമത്താണ് മനുഷ്യന് തിരിച്ചറിവ് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. പറയുന്നതും കേൾക്കുന്നതും എല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള കഴിവ് അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നാ അതേ മനുഷ്യൻ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ആ ശരീരത്തെ മയ്യത്ത് എന്ന് വിശേഷിപ്പിക്കും. ഇതേപോലെ തന്നെയാണ് ഒരുപാട് ജീവികളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, അല്ലെ? ഉറുമ്പുകളുണ്ട്. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയേക്കാൾ ചെറുപ്പമുള്ള വളരെ ചെറിയ ഉറുമ്പുകളെ നാം കാണുന്നുണ്ട്. നമ്മുടെ നഖത്തിന്റെ വലുപ്പം പോലുമില്ലാത്ത ഉറുമ്പുകളുണ്ട്. എന്നല്ല, ഒറ്റ നോട്ടത്തിൽ നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്തത് കൊണ്ട് ലെൻസുകളും ടെലിസ്കോപ്പുകളും ഉപയോഗിച്ച് കാണുന്ന ജീവികളെയും ഉണ്ട് എന്ന് ശാസ്ത്രവും സമ്മതിച്ചു കൊണ്ടിരിക്കുന്നു.
ഞാൻ ചോദിക്കുന്നു, ഈ പറയുന്ന കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തതായ പലതരം യന്ത്രങ്ങളും ഉപയോഗിച്ച് തന്ത്രങ്ങളും ഉപയോഗിച്ച് കാണുന്ന ജീവികളെ, ആ ജീവികൾക്കും അല്ലാഹു റൂഹ് എന്ന് പറയുന്ന ജീവിക്കാൻ അവസരം നൽകിയ സർവ്വ ജീവികൾക്കും അല്ലാഹു റൂഹ് നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഓ ഹബീബായ നബിയേ, അവർ നിങ്ങളോട് റൂഹിനെ കുറിച്ച് ചോദിച്ചാൽ പറയണം, ഖുലിർറൂഹു മിൻ അംരി റബ്ബി, അത് അല്ലാഹുവിന്റെ പ്രത്യേകമാകുന്ന അംറാണ് എന്ന് പറയണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ ജീവികളെ മനുഷ്യന്റെ ശരീരത്തിൽ ആ ജീവികൾ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ രോഗാണുക്കളാണ് എന്ന് പറയുന്നു. അതിന്റെ ജീവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശാസ്ത്രവും അതുപോലെ മരുന്നുകളും മനുഷ്യന്റെ ശരീരത്തിൽ പ്രയോഗവൽക്കരണം നടത്തി കൊന്നുകളയുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിൽ പോലും അത്തരം ചില ജീവികൾ മനുഷ്യന്റെ ശരീരത്തിലെ ആരോഗ്യനിലയെ മാറ്റിമറിക്കുന്നു എന്നാണ് ശാസ്ത്രലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ചില ജീവികളുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ നമ്മൾ മരുന്നിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ചില ഭക്ഷണങ്ങളുടെ കാരണത്താലോ ചില ജീവികളെ നമ്മളെ ശരീരത്തിൽ നിന്ന് നമ്മൾ കൊന്നുകളയുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അവ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ കഴിയാത്തതായ, ഒറ്റ നോട്ടത്തിൽ കണ്ണുകൊണ്ട് എത്തിക്കാൻ കഴിയാത്തതായ ജീവികൾ, ആ ജീവികൾക്കും അല്ലാഹു തആല ജീവൻ എന്ന് പറയുന്ന റൂഹ് എന്ന് പറയുന്ന മഹത്തായ ഒരു നിഅമത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു നിഅമത്ത്, ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്തും ആ ചെറിയ ജീവി, ആ പുഴു അല്ലെങ്കിൽ ആ ചെറിയ ജീവി, ആ ചെറിയ പ്രാണി, ആ പ്രാണി ജീവിക്കുന്നതിന് പകരം മനുഷ്യൻ ജീവിക്കട്ടെ എന്ന് ചിന്തിച്ച് 10,000-കണക്കിന് ഒരു പ്രാണിയെയോ അത്തരം ജീവിയോ കൊന്നുകളഞ്ഞാൽ മനുഷ്യൻ ഒരു മിനിറ്റ് ജീവിക്കാൻ സാധിക്കുമെന്നൊരു മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞാൽ മനുഷ്യൻ 10,000-കണക്കിന് പ്രാണികളെ കച്ചവടമാക്കാൻ മനുഷ്യൻ നടക്കുമായിരുന്നു. പക്ഷേ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബ് മനുഷ്യന്റെ റൂഹിന്റെ വിഷയത്തിൽ ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും ആ റൂഹിന്റെ വിഷയത്തിൽ കൈകടത്താൻ മനുഷ്യന് സാധിക്കുന്നില്ല. ഇന്നലെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആരോഗ്യവാനാണ്, നേരം വെളുക്കുമ്പോൾ ആരോഗ്യത്തിന് തകരാറ് പറയാനില്ലാത്തവനാണ് എന്നല്ല, കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും ആരോഗ്യത്തിന്റെ പല പ്രശ്നത്തെ കുറിച്ച് മനസ്സിലായിട്ടില്ല. ആർക്ക് മനസ്സിലായിട്ടില്ല? കൂടെയുള്ളവർക്ക് മനസ്സിലായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. സ്വന്തം ശരീരത്തിലേക്ക് മരണത്തെ പിടികൂടാനുള്ള സമയം അടുത്തു എന്ന വിവരം സ്വന്തത്തിൽ പോലും അറിഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ അവന്റെ പ്രവൃത്തിയുമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രായം കുറെ പറയാനുള്ളതിന്റെ പേരിലല്ല, ആരോഗ്യ പ്രശ്നങ്ങൾ കുറെ എണ്ണാനുള്ളതിന്റെ പേരിലല്ല, സമയം എത്തി എന്നതിന്റെ കാരണത്താൽ മാത്രം ലോകത്തോട് വിട പറഞ്ഞു പോയ സുഹൃത്തുക്കൾ എത്രയാണ്. തടയാൻ മനുഷ്യന് സാധിച്ചിട്ടില്ല, മനുഷ്യന് തടഞ്ഞു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല മനുഷ്യന്? മനുഷ്യന്റെ ജീവിതത്തിന്റെ സമയത്തെ നിർണയിക്കുന്നവൻ അത് ശാസ്ത്രലോകമല്ല, അല്ലെങ്കിൽ ഭൂമി ലോകത്തുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളല്ല, മറിച്ചോ അത് റബ്ബിന്റെ കയ്യിലുള്ളതാണ്. മനുഷ്യൻ എവിടെയാണോ മരണം കണക്കാക്കി വെച്ചിരിക്കുന്നത് അവിടെ വെച്ച് മരിക്കാനല്ലാതെ മനുഷ്യന് സാധ്യമേ അല്ല. എനിക്കറിയാം, ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് മരിക്കണം എന്ന് പലപ്പോഴും പറഞ്ഞ ഒരാള് ഫ്ലൈറ്റിൽ മരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഫ്ലൈറ്റിൽ മരിക്കണം എന്ന് പലരോടും പറഞ്ഞു എന്നാണ് അയാളെ മരണത്തിന്റെ ശേഷം ഞാൻ പലരിൽ നിന്നും കേട്ടത്. ഫ്ലൈറ്റിൽ നിന്ന് രോഗമായി ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ മരണം സ്ഥിരീകരിച്ചു പോയി. മരണം എന്ന് പറയുന്നത് ഫ്ലൈറ്റിലാകണം എന്ന് ആഗ്രഹിച്ചാൽ അസ്റാഈലിന് എളുപ്പമുണ്ടാകാനാണ് എന്ന് വിചാരിക്കേണ്ടതില്ല.
പാടില്ല. അതേ ഫ്ലൈറ്റിലാണെങ്കിലും നല്ല ഭൂമിയിലാണെങ്കിലും നല്ല വായുവിലാണെങ്കിലും എവിടെയാണെങ്കിലും അവന്റെ കണക്കാക്കിയ സമയം എത്തിക്കഴിഞ്ഞാൽ, കണക്കാക്കിയ സ്ഥലം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മനുഷ്യനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമേ അല്ല. കോടാനുകോടികൾ ചെലവഴിച്ച് ഈ പാവപ്പെട്ട മുത്തഅല്ലിം അമേരിക്കയിൽ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്, ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരികയാണ്. എന്താണ് മെസ്സേജ് എന്നറിയോ? 10 മിനിറ്റ് കൊണ്ട് മഴ തുടങ്ങുന്നതാണ് മെസ്സേജ്. 10 മിനിറ്റ് കൊണ്ട് മഴ പെയ്യുന്നതാണ് മെസ്സേജ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ തുടങ്ങിയാലോ ഇത്ര മിനിറ്റ് കൊണ്ട് മഴ നിൽക്കുന്നാണ് മെസ്സേജ്. അങ്ങനെ ശാസ്ത്രത്തിന്റെ ഒരുപാട് പുരോഗതി പറയാനുള്ള അമേരിക്കക്കാരന് എല്ലാ സൗകര്യങ്ങളും അത് ഒരുക്കിയിട്ട് ബില്യൺ കണക്കിന് പണം ചെലവഴിച്ചിട്ട് എന്തെല്ലാം സംവിധാനങ്ങൾ തടയിടാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും റബ്ബിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞപ്പോൾ ശാസ്ത്രത്തിന് തടുക്കാൻ കഴിഞ്ഞില്ല, മനുഷ്യന്റെ ബുദ്ധികൾക്ക് തകർക്കാൻ കഴിഞ്ഞില്ല, മനുഷ്യൻ എത്ര ആലോചിച്ചിട്ടും സാധിച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞില്ലേ അല്ലാഹു തആല, ഓ ഹബീബായ നബിയേ ചോദിക്കൂ നബിയേ, ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ആർക്കാണ് എന്ന് ചോദിക്കൂ നബിയേ. ആരത്രീക ലോകത്തെ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടിയിട്ട് സർവോപരി അതേ ഇന്ന് 2014 2024 2004 90കളിലോ 80കളിലോ അല്ല, BC-യിലോ DC-യിലോ അങ്ങനെ ഏതെങ്കിലും കാലയളവിലുള്ളവരോട് മാത്രമാണോ? അല്ല, ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ അവസാനം വരെ ലോകം ഭരിച്ച സർവോപരി എല്ലാ ഭരണാധികാരികളെയും ഒരുമിച്ച് കൂട്ടുന്നൊരു ലോകം. ആ ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകം മുഴുക്കെ അടക്കി വിരിച്ച ഭരണാധികാരിയാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അടക്കമുള്ള സർവോപരി എല്ലാ രാജാക്കന്മാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, എല്ലാ നേതാക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബിന്റെ ചോദ്യമാണ് ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരമാർക്കാണോ? ഇത് വെറും ഭരണാധികാരികളോട് മാത്രമാണോ ഉമ്മമാരെ? അല്ല. വെറും ഭരണാധികാരികളോട് മാത്രമാണോ ഉപ്പമാരെ? അല്ല. നാട് ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഭരിച്ചവരില്ലേ, മുനിസിപ്പാലിറ്റി ഭരിച്ചവരില്ലേ, ഏതൊക്കെ നിലക്ക് ഭരിച്ച ഭരണാധികാരികളുണ്ടോ? ഒരാ വീട്ടിന്റെ ഭരണമേറ്റെടുത്ത വീട്ടിന്റെ ഗൃഹനാഥമാരില്ലേ, ഗൃഹനാഥകളില്ലേ, ഉമ്മമാരില്ലേ, പാപ്പമാരില്ലേ, എല്ലാവരോടും റബ്ബിന്റെ ചോദ്യമാണ്. ഇന്നത്തെ ദിവസം ആർക്കാണടോ അധികാരം പറയാനുള്ളത്? ആർക്കാണടോ ഇന്നത്തെ അധികാരം പറയാനുള്ളത്? ഭൂമി ലോകത്തെ സർവോപരി എല്ലാ നിയമത്തുകളും ഞാൻ ചൊരിഞ്ഞു തന്നപ്പോ, എല്ലാ നിയമത്തുകളും ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നപ്പോ, എല്ലാ നിയമത്തുകൾക്കും വഴിയൊരുക്കി തന്നപ്പോ എന്നെ മറന്ന് ജീവിച്ചവനാണോ? എന്നെ ഭയപ്പെടാതെ ജീവിച്ചവനാണോ? റബ്ബിന്റെ തൃപ്തിയെ മറികടക്കണമെന്ന് ചിന്തിച്ചവനാണോ? അല്ലാഹനെ വില വെക്കാത്തവനാണോ? പടച്ച റബ്ബിനെ നിഷേധിച്ചവനാണോ? എല്ലാവരെയും നിർത്തിയിട്ട് റബ്ബിന്റെ ചോദ്യമാണ് ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരമാർക്കാണോ? എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, തലമറച്ച് ജീവിക്കണം എന്ന് ചിന്തിച്ച പെങ്ങന്മാരായ നിങ്ങളുടെ മക്കളെയോ, നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്ന അത്തരം ചെറുപ്രായമുള്ള പെൺകുട്ടികളെയോ അള്ളാന്റെ ദീനനുസരിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോ ഫാഷൻ തലക്ക് പിടിച്ചതിന്റെ കാരണത്താൽ, ഭൗതികത തലക്ക് പിടിച്ചതിന്റെ കാരണത്താൽ അള്ളാന്റെ ദീനിന് പുച്ഛം വില കൽപ്പിക്കാതെ ദീനിന്റെ വിലക്കുകളെയും ദീനിന്റെ നിയമങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് ദുന്യാവിന്റെ ചിന്തകളെയും ഫാഷനുകളെയും ദുന്യാവിന്റെ ആലോചനകളെയും തലയിൽ കയറ്റിക്കൊടുത്ത മക്കളാക്കി വളർത്തുന്ന ഉമ്മമാർ എന്റെ വയത് കേൾക്കുന്നവരിലുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നവരിലുണ്ടോ? ഈ വയത് ഓൺലൈനിലോ അല്ലാതെയോ ശ്രവിക്കുന്നവരുണ്ടോ? റബ്ബിന്റെ ചോദ്യമാണ് ലിമനിൽ മുൽക്കുൽ യൗം. ഇത്
അധികാരം, ഏറ്റവും വലിയ അധികാരം റബ്ബ് ലോകത്തിന് കാണിക്കുന്ന ദിവസത്തെ ചോദ്യമാണ്. എന്നാ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഇത് എല്ലാ ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ വ്യത്യസ്ത തലങ്ങളിലും വ്യത്യസ്ത പ്രവർത്തനങ്ങളിലും വ്യത്യസ്ത ഓട്ടങ്ങളിലും വ്യത്യസ്ത തലങ്ങളിലുമായതുകൊണ്ട് മനുഷ്യൻ വ്യത്യസ്ത തലങ്ങളെ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് അവൻ പെട്ടെന്ന് എങ്ങനെയാണ് എന്നത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അതേ നിങ്ങൾ ഏതെങ്കിലും മംഗലാപുരത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടാൻ പോയാൽ, നല്ലൊരു അന്വേഷണത്തിന് ഇറങ്ങിപ്പോയാൽ, ആ മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു ഫ്ലോറിൽ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ചിരിക്കുകയാണ്, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സന്തോഷിക്കുകയാണ്, ചില ആളുകൾ കേക്ക് മുറിക്കുകയാണ്, ചില ആളുകൾ മധുരം കൊടുക്കുകയാണ്, ചില ആളുകൾ സന്തോഷം കൊണ്ട് ഇരിക്കാൻ കഴിയാതെ നടക്കുകയാണ്. എന്തിനാണെന്നറിയോ? പറയാനുള്ളത് ഒരു കുട്ടി ജനിച്ചു എന്നാണ്. പുതിയ കുട്ടി ഉണ്ടായതിന്റെ പേരിൽ ഉപ്പാപ്പന്റെ സന്തോഷം എത്രയാണ്? മക്കൾക്കതേ മകൻ ഒരു കുട്ടി ഉണ്ടായപ്പോ ബാപ്പന്റെ സന്തോഷം എത്രയാണ്? ഒരു കുട്ടി ഉണ്ടായപ്പോ വീട്ടിലെ ഉമ്മാന്റെ സന്തോഷം എത്രയാണ്? ഉമ്മാമ്മമാരുടെ, അനുജന്മാരുടെ, ചേട്ടന്മാരുടെ സന്തോഷം എത്രയാണ്? എല്ലാവരും ഹാപ്പിയാ. ഒരേ ഹോസ്പിറ്റലിലെ ഒരു ഫ്ലോറിൽ ഹാപ്പിക്ക് മാത്രം തന്നെ ഒരു സ്ഥലമാണ്. അതേ ഹോസ്പിറ്റലിൽ തന്നെ മറ്റൊരിടം കാണാം, അതിന്റെ പേര് ICU എന്നാണ്. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? വെന്റിലേറ്ററിലേക്ക് മാറ്റണം എന്ന് ഡോക്ടർമാര് വിധിയെഴുതിയതിന്റെ പേരിൽ പടച്ചറബേ ജീവനോട് മല്ലടിക്കാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട ബാപ്പനെ, പ്രിയപ്പെട്ട ഉമ്മയെ, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട കൂട്ടുകാരനെ, പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് ഇനി എത്ര മിനിറ്റ് ജീവിക്കൂന്ന് പറയാൻ അറിയില്ല. 12 മണിക്കൂർ കഴിയാതെ പറയാൻ അറിയില്ല. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല. 2 ദിവസം കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല. ഇങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിന്റെ ചില ഫ്ലോറുകളിൽ ചില മനുഷ്യന്മാരെ ICUയിൽ കിടത്തിയിട്ട് പുറത്തിരിക്കുന്നവന്റെ മനസ്സും ICUയിലാക്കുന്ന രംഗവും മനുഷ്യനെ കാണാനില്ലേ? ഒരേ സമയം, ഒരേ ബിൽഡിംഗ്, ഒരേ പോയിന്റ്. അവിടെ നോക്കിയാൽ ഒരു വിഭാഗം സന്തോഷത്തിലാണ്, മറ്റൊരു വിഭാഗം വല്ലാത്ത ടെൻഷനിലാണ്. നമ്മൾ കാണുന്നതാണ്, അനുഭവിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോൾ ഇന്ന് ഞാനാണ് സന്തോഷത്തിൽ, നാളെ ദുഃഖത്തിൽ ഞാനാണ്. ഇന്ന് ചിലപ്പോൾ ദുഃഖത്തിൽ ഞാനാണ്, നാളെ നിങ്ങളാണ്. ആരാണ് എന്ന് പറയാൻ അറിയില്ല. നിങ്ങൾ എയർപോർട്ടിലേക്ക് പോയാൽ ഒരു ഫ്ലോറിൽ അതാ ഒരു വിഭാഗം ആളുകൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള ഓട്ടത്തിലാണ്. എന്തിനാണ്? 2 വർഷമായി നാട്ടിൽ നിന്ന് പോയിട്ട് 2 കൊല്ലം മുമ്പ് കണ്ടതാണ് പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട ജേട്ടനെ, പ്രിയപ്പെട്ട അനുജനെ, പ്രിയപ്പെട്ട ഉമ്മാനെ, പ്രിയപ്പെട്ട അപ്പനെ. അവരൊക്കെ കാണണമെന്ന നിയത്തോടെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ചിരിയോടുകൂടെ ഓടി വരുന്നൊരു വിഭാഗത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ എയർപോർട്ടിൽ തന്നെ മറ്റൊരു വിഭാഗത്തെ കാണാം. ഇനി 2 കൊല്ലത്തേക്ക് ഞാൻ എന്റെ മകനെ കാണില്ലല്ലോ, ഞാൻ എന്റെ വാപ്പനെ കാണില്ലല്ലോ, ഞാൻ എന്റെ ഉമ്മാനെ കാണാൻ എനിക്ക് വഴിയില്ലല്ലോ, ഞാൻ അധ്വാനിക്കാൻ വേണ്ടി തൽക്കാലം നാട് വിട്ടു പോവുകയാണെന്ന നിലയ്ക്ക് എയർപോർട്ടിന്റെ ഡിപ്പാർച്ചറിന്റെ സെക്ഷനിലേക്ക് ഓടിപ്പോകുന്ന, കണ്ണുനീരൊഴുക്കിയിട്ട് കയറി പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? മനുഷ്യ, ഇതാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഇന്ന് നീ ചിരിക്കാണ്, നാളെ നീ കരയാണ്. ഈ നിമിഷം നീ ചിരിക്കാണ്, അടുത്ത നിമിഷം നീ കരയാനാണ്. ഈ നിമിഷം കരയാനാണ്, അടുത്ത നിമിഷം ചിരിക്കാനാണ്. ഭൂമി ലോകത്ത് ഇതല്ലാതെ പറയാനില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ്, ചേട്ടൻ ICUയിലാണ് ഉസ്താദ്, ദുആ ചെയ്യണം. ഞാൻ ഭയങ്കര ദുആക്കിജാബത്തുള്ള ആളായതുകൊണ്ടല്ല, സിറാജുൽ വെച്ച് ദുആ ചെയ്യാനാണ്. നിങ്ങളെ പോലെയുള്ള മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസിൽ ദുആ ചെയ്യാനാണ്. അല്ലാഹു നമുക്കൊക്കെയും ഈമാൻ സലാമത്തായുള്ള മരണം തരട്ടെ. കേൾക്കുന്ന വിശ്വാസികളെ, ഇയാൾ എന്നോട് പറയാണ്, എന്റെ അനുജന്റെ മകന്റെ കല്യാണമാണ് ഇന്നത്തെ ദിവസം, ജ്യേഷ്ഠൻ ICUയിലാണ്, മരിച്ചോ എന്ന് സംശയമുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ഒരാളോടും പറഞ്ഞിട്ടില്ല. അനുജന്റെ വിവാഹത്തിന്റെ നിക്കാഹ് നടക്കേണ്ട സമയമാണ്. ഇപ്പം അതാ വീട്ടിലേക്ക് പോയിട്ട് ജ്യേഷ്ഠൻ മരിച്ചോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ കല്യാണ വീട് പിന്നെ മരണ വീടാണല്ലോ. അത് പേടിച്ചിട്ട് ഞങ്ങൾ അവിടെ അറിയിച്ചിട്ടില്ല, അവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്റെ വേല കേൾക്കുന്ന ഉമ്മമാരെ, വേല കേൾക്കുന്ന ഉപ്പമാരെ, ഇത് കേട്ടപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി.
ഇത് ചിലപ്പോൾ എനിക്കും ഉണ്ടാകേണ്ട അനുഭവമാണ്, ചിലപ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവമാണ്. നമ്മൾ ഐസിയിലോ വെന്റിലേറ്ററിലോ കിടത്തിയിട്ട് നമ്മളെ മക്കളെ സ്റ്റേജിൽ കയറ്റിയിട്ട് അവരോട് നിക്കാഹിനിരിക്കാൻ പറയും. നമ്മളെ ചേട്ടന്റെ മക്കളോട് സ്റ്റേജിൽ കയറിയിരിക്കാൻ പറയും. നാട്ടിലെ ഏറ്റവും നല്ല മുസ്ലിയാരോട് വരാൻ പറയും. നാട്ടുകാരോട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറയും. അവർക്കതാ ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അവർക്ക് ദുആ ചെയ്തു കൊടുക്കും. ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ചെയ്യുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചിന്തിക്കാനാ ഞാൻ പറയുന്നത്. നമ്മളെ ജീവിതം മുഴുക്കെ നമ്മൾ ചെലവഴിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, എന്റെ മകനൊരു സന്തുഷ്ടമായ ജീവിതം കൊടുക്കണമല്ലോ, എന്റെ മകൻ അധ്വാനിക്കാതെ ജീവിക്കാനുള്ളൊരു വഴി വേണമല്ലോ, എന്റെ മകൻ പിൽക്കാലത്ത് ഞാൻ എന്തുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോ എന്റെ ബാപ്പ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്ന ഗതികേടാകരുത്. അവരുടെ മകന് കാലിന്റെ മേലെ കാലെടുത്ത് വെച്ച് ജീവിക്കാൻ ആവശ്യമായ ബിസിനസ്സുകളും ആവശ്യമായ സൗകര്യങ്ങളും അവൻ ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കണം. ഭാര്യ ചോദിക്കുമ്പോൾ മുടക്കം പറയാൻ പാടില്ലല്ലോ. ഉമ്മ പറയുമ്പോൾ ഉമ്മ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് കൊടുക്കണമല്ലോ. പാപ്പക്ക് കൊടുക്കണമല്ലോ. പാവപ്പെട്ടവരെ സഹായിക്കണമല്ലോ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമല്ലോ. സഹായിക്കണമല്ലോ. വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ചിന്തിക്കാനാ ഞാൻ പറയുന്നത്. പാവപ്പെട്ടവനെ സഹായിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ ബുദ്ധിമുട്ടുകൾക്ക് നമ്മളെ തണലാകണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഉമ്മാക്ക് കൈത്താങ്ങാകണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പാപ്പക്കൊരു കൈകതേ നീട്ടം കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. മകൻ എന്റെ കൈയുണ്ടെങ്കിലും അധ്വാനിച്ചുണ്ടാക്കി കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞാനങ്ങ് മരിച്ചു പോയാലോ, എന്റെ ഭാര്യക്ക് വിധവയായതിന്റെ പേരിൽ ജീവിക്കാൻ വകുപ്പില്ലാതെ ആകരുത് എന്ന് ചിന്തിച്ചിട്ട് ജീവിതത്തിന്റെ സർവോപരി സമയം ചെലവഴിച്ചിട്ട് അധ്വാനിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എന്റെ മനസ്സിനോടൊന്ന് ചോദിക്കേണ്ടതില്ലേ, ഞാൻ ഐസിയിൽ കിടക്കുമ്പോ ചിലപ്പോൾ എന്റെ ചേട്ടന്റെയോ അല്ല എന്റെതല്ലയോ മക്കളെ കയറ്റിയിട്ട് നാട്ടുകാരി നിക്കാഹ് നടക്കട്ടെ മുടക്കണ്ടെന്ന് പറയുന്നൊരു രംഗം ഉണ്ടാകില്ലെന്ന് പറയാൻ എനിക്കറിയില്ലല്ലോ, നിങ്ങൾക്കറിയില്ലല്ലോ. നമ്മളില്ലെങ്കിലും അവരുടെ ഹൈറുകൾ നടക്കണം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതൊക്കെ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ബാപ്പയുണ്ടോ? മകന്റെ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് ചിന്തിക്കാത്ത ഉമ്മയുണ്ടോ? അങ്ങനെ ഏത് കാര്യങ്ങളും കാണണമെന്ന് ചിന്തിക്കാത്ത സ്വപ്ന ലോകങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? ഇല്ലല്ലേ. വയല് കേൾക്കുന്ന ഉപ്പ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, നമ്മളെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് നമ്മളെ വീടുകൾ ആഘോഷ വീടുകളാണ്, നമ്മളെ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് നമ്മളെ വീടുകളിൽ സന്തോഷങ്ങളാണ്. വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആ സമയം എനിക്ക് തണലാകാൻ ആരുമില്ലാത്ത നിലക്ക് കൈയൊഴിക്കപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴോ അല്ലാരുമില്ലാതെ ഖബറിൽ കിടക്കുമ്പോഴോ എന്നെ സഹായിക്കാൻ എനിക്കൊരു തണലായി തീരാൻ, എനിക്കൊരു രക്ഷ കിട്ടാൻ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അമൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്താണ്? എനിക്ക് അവിടെ ഷോപ്പുണ്ട് മുസ്ലിയേര്, ഇവിടെ കടയുണ്ട് മുസ്ലിയേര്, ഇവിടെ ഇത്ര പൈസ സ്റ്റോക്ക് ഉണ്ട് മുസ്ലിയേര്, എങ്കിൽ ഇത്ര ബാലൻസ് ഉണ്ട് മുസ്ലിയേര്, മക്കൾക്ക് ജീവിക്കാൻ ഇത്ര സമ്പാദിച്ചിട്ടുണ്ട് മുസ്ലിയേര്. മോനെ ഇതൊക്കെയും നിനക്ക് എന്തിനാണ് എന്നറിയോ? ആഖിറത്തിലെത്തുമ്പോൾ നിന്നെ ചോദ്യം ചെയ്യാനുള്ള നിഅമത്തുകളാണ്. ഈ നിഅമത്തുകൾ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. അതേ സ്ഥാനത്ത് സ്വന്തം കാര്യത്തിൽ നീ ചെയ്ത അമൽ എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം കാര്യത്തിന് വേണ്ടി നീ ചെയ്ത സൽക്കർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ, ആഖിറത്തിന് സമ്പാദിച്ച കർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ മുസ്ലിമേ പറയാനുള്ള മറുപടി എന്താ? അയാള് പറയുന്ന ഞാനൊന്ന് ചിന്തിക്കേണ്ടതില്ലേ? അയാള് കേൾക്കുന്ന മോമിനീങ്ങള് മോമിനാത്തുകള് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതില്ലേ? ഈ പാവപ്പെട്ട മുത്തഅല്ലിമ് ഇതുപോലെ ഒരു ദിവസം ദുബായിൽ നിന്ന് വന്നിറങ്ങിയപ്പോ നിങ്ങളെ നാട്ടിൽ ഒരു സ്ഥലത്ത് വഅദിന് പോകാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ നാട്ടിന്റെ പരിസരത്തുള്ളൊരു മുതലാളിയാണ് എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വേണ്ടി വന്നത്. അയാൾ എന്നോട് പറഞ്ഞു, ഒരു കുറഞ്ഞ
സമയം എനിക്ക് അനുവദിച്ചു തരുള്ളൂ. എന്തിനാണ് എന്ന് ഞാൻ ചോദിച്ചില്ല. കാരണം പലപ്പോഴും വലിയ ഉപകാരങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ അയാളോട് പറഞ്ഞു റെഡിയാണ്, ചെറിയ സമയമാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഞാൻ അയാളുടെ കൂടെ ഒരു വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല ഒരുങ്ങിയിരിക്കുന്ന പന്തലാ, ഡെക്കറേഷൻ ചെയ്ത പന്തലാ, അതേ ഉറൂസിന് ഒരുങ്ങിയതുപോലെയുള്ള ലൈറ്റുകൾ കത്തുന്ന വീടാ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വിളിക്കാത്ത കല്യാണത്തിന് കൊണ്ടുവരാനാണോ ഈ മുത്തല്ലിമിനെ നിങ്ങൾ ഈ സമയത്ത് വിളിച്ചു കൊണ്ടുവന്നത്? എന്നാ വീട്ടുകാര് വിളിച്ചിട്ടില്ലല്ലോ, എന്നോട് കല്യാണം പറഞ്ഞിട്ടില്ലല്ലോ, പറയാത്ത കല്യാണത്തിന് പോകാനാണോ ഇത്ര ധൃതി വിളിച്ചത്? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മറുപടി, കല്യാണ വീടാ പക്ഷെ ഇപ്പൊ മരണ വീടാ. ഞാൻ ചോദിച്ചു, ആരാ മരിച്ചു പോയത്? അപ്പൊ അയാളെ മറുപടി, പൊതിയുണ്ണി മരിച്ചുപോയി. മരിച്ചുപോയി എന്നാ പറയുന്നത്. അല്ലാ, എന്ത് ചെയ്യാനാണ്? തടയാൻ കഴിഞ്ഞില്ലല്ലോ. പണമുണ്ട് എന്നതിന്റെ പേരിൽ തടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ആരോഗ്യം തൽക്കാലം മകൾക്ക് കൊടുത്തിട്ട് ഭർത്താവിന്റെ കൂടെ ഒരു 2 ദിവസമെങ്കിലും ജീവിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ ഒരു ബാപ്പക്ക് കഴിഞ്ഞില്ലല്ലോ, ഉമ്മക്ക് കഴിഞ്ഞില്ലല്ലോ, ഇഷ്ടപ്പെട്ടവർക്ക് സാധിച്ചില്ലല്ലോ. എന്റെ ജീവിതത്തിലെ 2 ആയുസ് എടുത്താലും കുഴപ്പമില്ല, ഒരു 2 ദിവസമെങ്കിലും ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ അനുമതി കൊടുക്കണേന്ന് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തു കൊടുക്കാൻ അധികാരമുള്ളവനായി ഒരൊറ്റ നേതാവിനെ കണ്ടില്ല. കേൾക്കുന്ന ഉപ്പ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, ഈ ലോകത്തിന്റെ പേരാണ് അതേ മരണം കേട്ടോ. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവനാരോ, ആ മരണത്തിന് വേണ്ടി സമ്പാദിക്കുന്നവനാരോ, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ധാരിക്കുന്നവനാരോ. അവസാന വിജയം എന്ന് പറയുന്നത് അങ്ങനെ തഖ്വയോടെ ജീവിക്കുന്ന മഹാന്മാർക്കാണ്, റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന സ്വാലിഹീങ്ങൾക്കാണ്, അങ്ങനെ റബ്ബിനെ ഭയന്ന് ജീവിക്കുന്ന ഉമ്മമാർക്കാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ബാപ്പമാർക്കാണ്. കേൾക്കുന്ന ഉമ്മ, പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നിലക്ക് ലോകത്ത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മോളല്ലേ സയ്യിദത്തുനാ ബീവി ഫാത്തിമ. സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരു നിലക്കും പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത നേതാവാണ്. സ്വർഗത്തിലെ വനിതകളുടെ ലീഡറാണ് സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈമാനുള്ള വിശ്വാസികളെ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആരാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ? ഞാൻ ബഹുമാനം പറയേണ്ടതില്ലല്ലോ, കാരണം ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മോളാണല്ലോ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് തീർന്നില്ലല്ലോ, ലോകത്തുള്ള സർവോപരി എല്ലാ സയ്യിദന്മാരുടെയും ഉമ്മയാണല്ലോ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തൊരു സമയമുണ്ട്. എപ്പോഴാണ് എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനുള്ള ഉപ്പമാരെ വഫാത്തിനോടടുത്ത സമയം, അവിടുത്തെ വഫാത്തിനോടടുത്ത സമയം, വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന സമയം, ബാങ്കിന്റെ സമയമായി പോയി. ആനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഹബീബിന്റെ വീട്ടിന്റെ ചാരത്തേക്ക് വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാങ്കിന്റെ സമയമായി നബിയെ, ബാങ്ക് വിളിക്കട്ടെ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, أنا مشغول بنفسي وبلال, ഞാൻ സ്വന്തത്തിൽ ചെറിയ ബിസിയിലാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി,
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എടുത്ത് പറയുകയാണ്, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പോയി ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്തിന്റെ സമയമായപ്പോൾ വീണ്ടും വന്നു. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബിനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ ഹബീബിന്റെ ചാരത്തുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പുറത്ത് നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്ത് വിളിക്കാനായിട്ടുണ്ട് നബിയെ, ഞാൻ ഇഖാമത്ത് വിളിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ബിലാലേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറയണം. ഞാനില്ലെങ്കിൽ ഇനി ലീഡറായി വരേണ്ടയാളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിൽക്കുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാനല്ല പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞത്. എന്താണ് കാരണം? ഖിലാഫത്തിന്റെ ഭരണം ഇനി ഏറ്റെടുക്കേണ്ടത് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പഠിപ്പിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമാണ് എന്ന് പറയുന്ന ചില ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കിയിട്ട് ഞങ്ങൾ ഭയങ്കര മുസ്ലിമീങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചില ആളുകൾ, മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേച്ചുപോയി എന്ന് പറയാൻ മടിയില്ലാത്തൊരു കൂട്ടം വിഭാഗം ആളുകൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മറികടന്നിട്ട് ഭരണം ഏറ്റെടുത്ത ആളാണ് എന്ന് പറഞ്ഞു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തള്ളിപ്പറയുന്ന ഒരു കൂട്ടം ആളുകൾ. കേൾക്കുന്ന വിശ്വാസികളെ, ഒരിക്കലും അറിയാതെ പോലും അവരുടെ പള്ളിയിൽ കയറി നിസ്കരിച്ചു പോകരുത്, ഒരിക്കലും അവരെ കൂടെ പോയി പിന്തുടർന്നു പോകരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കുന്നവന്റെ പിന്നാലെ നിന്ന് നിസ്കരിക്കാനോ അവന്റെ വാക്കുകൾ കേൾക്കാനോ അവനുമായി ഇടപഴകാനോ ഈമാനുള്ളൊരു മുഅ്മിന് സാധ്യമല്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയാക്കളുടെ നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ലോകം കണ്ട സർവോപരി എല്ലാ ഇമാമികളും എല്ലാ സാലിഹീങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഒരു കൂട്ടം ആളുകൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാഫിറാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അവൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അവനെ പിന്തുടരാൻ നിർവാഹമുണ്ടോ? റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, നമ്മളെ പിൻഗാമികളെ കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെടാൻ പിന്നെ എവിടെയാണ് പോകേണ്ടത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറയണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ കെൽപ്പില്ല. ആരോഗ്യപരമായ സമയത്ത് വേണ്ടതുപോലെ കഴിയുന്നില്ല. എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, ഒരു നേരത്തെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി കൂടാ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായി എഴുന്നേൽക്കാൻ കഴിയാത്ത സമയത്ത് പ്രിയപ്പെട്ട സഹാബത്തിന്റെ തോളിലേക്ക് കൈയേന്തിയിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് പോയി എന്നല്ലേ ചരിത്രം പറയുന്നത്. നമ്മളോ സബൈന്റെ സമയത്ത് നേരത്തെ കടന്നാൽ പോലും പള്ളിയിൽ ജമാഅത്തിനെത്തണമെന്നൊരു ചിന്ത നമ്മളെ മനസ്സിലില്ലാതെ പോയാൽ, ചിന്ത പോലും ഇല്ലാതെ പോയാൽ നമ്മൾ എത്ര നാശം പിടിച്ചവരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ സ്വലാത്തുൽ ഫജ്രി, ആരെങ്കിലും സുബ്ഹി നിസ്കാരം നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലിലാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വാലുകൾക്ക് എന്ന വിശ്വാസികളെ, എന്തൊക്കെ രോഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പറയാൻ കിട്ടാത്ത രോഗങ്ങള്, ഒരു പ്രയാസമില്ല, കൈ
ഇളക്കുന്ന സമയത്ത് ചെറിയൊരു വേദന വന്നതാണ്. ഡോക്ടറെ അടുക്കലേക്ക് ചികിത്സക്ക് പോയി. ഡോക്ടർ പറഞ്ഞു ഒന്ന് ബയോപ്സി എടുത്തു നോക്കളൂ, അതേ ശരീരത്തിലുള്ള ഒരു നീരത്ത് കുടുത്തിയെടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കളൂ, എവിടെയാണ് പ്രശ്നം ഒന്നൊന്ന് പഠിച്ചു നോക്കളൂ. ടെസ്റ്റ് കിട്ടിയിട്ട് ഡോക്ടർമാര് പറയുന്നത് ക്യാൻസർ ആണ്, സ്റ്റേജ് 4. ജീവിക്കുന്നത് എത്രാന്ന് പറയാൻ നിർവാഹമില്ല, ചികിത്സ തന്നെ ഉണ്ട് എന്ന് പറയാൻ നിർവാഹമില്ല. പലരുടെയും അനുഭവങ്ങളല്ലേ കേൾക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്, ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലല്ലോ, കളവ് പഠിപ്പിച്ചിട്ടില്ലല്ലോ, കളവ് ചിന്തിച്ചിട്ടില്ലല്ലോ. ശത്രുക്കള് പോലും അൽ-അമീൻ എന്ന് വിളിപ്പിച്ച നേതാവല്ലേ, ആ നേതാവിന്റെ വാക്കാ ഉമ്മമാരെ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനിലാണ് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പൗരത്വണ്ടാകൂല എന്ന് ഭീഷണിപ്പെടുത്തുന്ന ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. പാസ്പോർട്ട് ഉണ്ടാകൂല എന്ന് ഭീഷണിപ്പെടുത്തുന്ന ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. മുസ്ലിമാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് ഭീഷണിപ്പെടുത്തുന്നവരുള്ള ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുന്ന മുഅ്മിന് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, റബ്ബിലേക്ക് ഭാരമേൽപ്പിക്കുന്ന ഒരു മുഅ്മിന് ഇവിടെ എന്ത് ഭയപ്പെടാനാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ അടുത്ത സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് എന്തോ പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിച്ചിട്ട് അവിടുത്തെ ചവിട്ടിൽ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? അപ്പൊ കൊടുത്ത മറുപടി എന്താണ് എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ സാധിക്കാത്ത സമയം ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ എന്നോട് പറയാണ്, മോളെ എന്റെ മരണത്തിന്റെ സമയമായി പോയി. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് വന്നോ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ സ്വീകരിക്കണം റഹ്മാനേ. പ്രായം ചെന്ന ഉപ്പാപ്പമാരവിടെ ഇരുന്നോളൂ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. കേൾക്കുന്ന ഉപ്പാ അവിടുത്തെ വേർപാട് കേട്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അറിയാതെ കരഞ്ഞുപോയി. അപ്പോഴാ പ്രിയപ്പെട്ട ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, മോളെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ കൂട്ടത്തിൽ, എന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവനാണല്ലോ എന്റെ ഭാര്യമാർ, എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ. അവരെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എന്റെ മരണത്തിന്റെ ശേഷം ഖബറിലേക്ക് വരാനുള്ളത്, എന്റെ അടുക്കലേക്ക് ആദ്യം വരുന്നത് ആരാണ് എന്നറിയോ മോളെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി ഇല്ല. അപ്പോഴാണ് അവിടുത്തെ മറുപടി, മോളെ ഫാത്തിമ, എന്റെ മരണത്തിന്റെ ശേഷം എന്റെ ഖബറിന്റെ അടുക്കലേക്ക് ആദ്യമായി വരുന്നത്, ഖബറിലേക്ക് ആദ്യമായി പെൺകുട്ടികളെ കൂട്ടത്തിൽ നിന്ന് മടങ്ങാനുള്ളത് മോളെ ഫാത്തിമ നിങ്ങളാണ് കേട്ടോ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട താമസം ഞാനാണല്ലോ എന്റെ പ്രിയപ്പെട്ട വാപ്പന്റെ അടുക്കലേക്ക് ആദ്യമായി പോകാനുള്ളത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ വേർപാട് കേട്ട് കരയുന്ന സമയത്ത് ഇത് കേട്ടപ്പോൾ അറിയാതെ ചിരിച്ചുപോയി.
മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ചിരിച്ചുപോയി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. എന്റെ വയല് കേൾക്കുന്ന ഉമ്മ, പ്രസംഗിക്കാമെന്ന മുസ്ലിയാര് പേരെടുത്ത് പറയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഇന്നൊരാൾ മരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ, അതേ പുരുഷന്മാരോട് നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ മരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസംഗിക്കാമെന്ന ഞാൻ തന്നെ മരിക്കാനുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, പറയുന്നതൊക്കെ നടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ അത് ആരാണെന്നതിന്റെ പേരിൽ ആലോചിച്ചിട്ട് നമുക്ക് ഉറക്കം കിട്ടുമോ? മുസ്ലിയാര് പേര് വെളിവാക്കിയില്ലല്ലോ. ആരാകും പടച്ചോനെ ഇന്ന് വയലിന് പോയവരെ കൂട്ടത്തിൽ മരിക്കാനുള്ള സ്ത്രീ? ആരാകും പടച്ച റബ്ബേ ഇന്നത്തെ രാത്രിയിൽ മരിക്കാനുള്ള പുരുഷൻ? അത് ഞാനായാലോ? ഇതാരാ പറയുന്നത് എന്നറിയോ? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഖുർആൻ പറയാണ്, വാനലോകത്തേക്ക് കൈയുയർത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരൽ ചൂണ്ടിയിട്ട് ചന്ദ്രനോട് പറഞ്ഞതേ ഉള്ളൂ, പിളരാൻ ഓർഡർ ചെയ്തതേ ഉള്ളൂ. ചന്ദ്രൻ പോലും പിളർന്നു നിന്നുപോയി. നിലക്കിയത് ചന്ദ്രനും കീഴ്പ്പെട്ട് കൊടുക്കുന്ന നേതാവല്ലേ? എന്തിലധികം പറയാനാ? വിവരമില്ലാത്ത, ചിന്തയില്ലാത്ത, ആലോചനയില്ലാത്ത പ്രാണികളും അതേ പറവകളും മൃഗങ്ങളും തോറ്റുകൊടുക്കുന്ന നേതാവല്ലേ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആക്രമിക്കുന്ന ഒട്ടകങ്ങൾ ആ നേതാവിന്റെ മുന്നിലെത്തിയാൽ തലതായി തീട്ടല്ലാതെ സംസാരിക്കാനില്ല. ആക്രമിക്കുന്ന ജീവികൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലെത്തിയാൽ പിന്നെ അക്രമം കാണാനില്ല. കാരണം നിൽക്കുന്നത് ആരെ മുന്നിലാണ് എന്ന് വിവരമില്ലാത്ത മൃഗങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തിലധികം പറയാനാ? ജീവനില്ലാത്ത കല്ലുകൾക്ക് ആ നേതാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? ആ നേതാവിനെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? ജീവനില്ലാത്ത നമ്മളെ മനസ്സിലാക്കിയതുപോലെയുള്ള ജീവനില്ലാത്ത മരങ്ങളില്ലേ? ആ മരങ്ങൾക്ക് ആ നേതാവിനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നല്ലേ? വയലുകൾക്കുന്ന ഉപ്പാ, വയലുകൾക്കുന്ന ഉമ്മ. പിന്നെ ആ നേതാവിന്റെ മഹത്വം എന്ത് പറയാനാണ്? ഏത് കല്ലുകൾക്കും പറവകൾക്കും ഏത് മൃഗങ്ങൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞൊരു നേതാവ്. ആ നേതാവിന്റെ നാവ് കൊണ്ടാ പ്രഖ്യാപിക്കുന്നത്, മോളെ ഫാത്തിമ, അടുത്ത ടിക്കറ്റ് നിങ്ങളതാ. എന്തിന്? ടൂറടിക്കാനുള്ള ടിക്കറ്റാണോ ഉമ്മമാരെ? ഫ്ലൈറ്റ് കയറാനുള്ള ടിക്കറ്റാണോ ഉമ്മമാരെ? ട്രെയിൻ കയറാനുള്ള ടിക്കറ്റാണോ ഉമ്മമാരെ? അല്ല, എന്തിന്റെ ബോർഡിംഗ് പാസാ കൊടുത്തത് എന്നറിയോ? ഖബറിലേക്ക് മടങ്ങി പോകാനുള്ള മരണത്തിന്റെ ബോർഡിംഗ് പാസ് കിട്ടിയപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്റെ മരണം എന്നോർത്ത് കരയുന്നതിന് പകരം ആ ഫാത്തിമ ബീവി ചിരിച്ചത് കൊണ്ടാണ് എന്നറിയോ? സ്വർഗത്തിലൊരുങ്ങിയ ജീവിതം കയ്യിലുള്ള ധൈര്യമാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഞാനാണ് എന്റെ വാപ്പന്റെ അടുക്കലേക്ക് ആദ്യമായി പോകുന്നത് എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയി ഉമ്മ. സയ്യിദത്തുനാ ബീവി ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞു പോയി. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ട മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഈ നാല് മഹാന്മാരാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ തോളിലേറ്റിയിട്ട് കൊണ്ടുപോകുന്നത്. എവിടേക്ക് കൊണ്ടുപോകുന്നത്? ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ വയലുകൾക്കുന്ന ഉമ്മമാരെ, വയലുകൾക്കുന്ന ഉപ്പമാരെ, ഏത് ഫ്ലൈറിൽ കയറിയവരും ഏത് ഫ്ലൈറ്റിൽ കയറിയവരും ഏത് വണ്ടിയിൽ കയറിയാലും അവസാനം കയറുന്ന വണ്ടിയാണല്ലോ മയ്യത്ത് കട്ടിലാകുന്ന വണ്ടി, സ്ട്രെച്ചറാകുന്ന വണ്ടി. ആ ടയറില്ലാത്ത വണ്ടിയിൽ കയറിയിട്ട് ജനങ്ങളെ തോളിലേറ്റിയിട്ട് എന്നെയും നിന്നെയും കൊണ്ടുപോകുന്ന ഒരു രംഗമില്ലേ? ആ രംഗമാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ അനുഭവമായി ഞാൻ പറയുന്നത്. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വർഗത്തിലെ രണ്ട് കുട്ടികളാണ് എന്ന് പരിചയപ്പെടുത്തിയ സർവോപരി എല്ലാ തങ്ങന്മാരുടെയും എല്ലാ സയ്യിദന്മാരുടെയും എല്ലാ സദാത്തുക്കളുടെയും ഉപ്പാപ്പമാരായ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളടക്കമുള്ള 4 ആളുകൾ ചുമന്നിട്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. ഖബറിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ആരെയാ ഖബറിലേക്ക് താഴ്ത്തി വെക്കുന്നത്? ഖിതഅത ഖൽബി ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ, നീ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് വിശേഷിപ്പിച്ചത് ആരാ മുസ്ലിമേ? ഏതോ മുശാവറങ്ങാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുശാവറയിലുള്ള സയ്യിദാണോ, അല്ലെങ്കിൽ ആലിമാണോ? അല്ല, എല്ലാ സയ്യിദന്മാരുടെയും മുപ്പാപ്പയായ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. എന്റെ വേദകൾക്കും മുഅ്മിനീങ്ങളെ, എന്റെ കരളിന്റെ കഷ്ണമാണ് മോളെ നീ എന്ന് പറയണമെങ്കിൽ എത്രത്തോളം ശുദ്ധിയുള്ള ജീവിതമായിരിക്കണം ആ പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിന് സമ്മാനിച്ചത് കേട്ടോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ 4 ആളുകൾ കൊണ്ടുപോയിട്ടാണ് ഖബറിലേക്ക് കൊണ്ടുപോകുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രിയപ്പെട്ട 2 മക്കളുമുണ്ട്, പാവപ്പെട്ട ഞാനുമുണ്ട്. ഞങ്ങൾ 4 ആളുകളും തോളിലേറ്റിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അതാ പ്രിയപ്പെട്ട ഭർത്താവും പ്രിയപ്പെട്ട മക്കളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി, അല്ലാഹ്, ആരാണ് ഈ ഖബറിലേക്ക് വെക്കപ്പെടുന്നത്? ലോകം മുഴുവൻ ഖിയാമത്തെ പടക്കാൻ കാരണക്കാരനായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണല്ലോ അല്ലാഹ്. ആ ഹബീബിന്റെ പ്രിയപ്പെട്ട മകൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പോരാ, ലോകത്തെ സർവ്വ സയ്യിദന്മാരുടെയും ഉമ്മ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അവരുടെ ഒക്കെ ഉമ്മയല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആരെയാണ് ഖബറെ സ്വീകരിക്കുന്നത് എന്ന് വല്ല ഓർമ്മയുമുണ്ടോ എന്ന് ചോദിച്ചു പോയി ഞാൻ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിയേണ്ട താമസം ഞാൻ അവിടുന്ന് ഒരു ശബ്ദം കേട്ടുപോയി. എന്താണ് ആ ശബ്ദം എന്നറിയോ? ഈ വീട് ഒരിക്കലും എന്റെ തറവാട് പറയേണ്ട വീടല്ല, ഇത് തറവാടിന്റെ മഹിമ പറയുന്ന വീടല്ല, മറിച്ച് ഈ വീട്ടിലേക്ക് പറയാനുള്ളത് സാലിഹായ അമല് കയ്യിലുണ്ടോ, അതല്ലാതെ ഇവിടെ രക്ഷപ്പെടൂല എന്നൊരു ശബ്ദം കേട്ടു എന്ന് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, നമുക്ക് എന്ത് തറവാടാണ് അതിന് പകരം പറയാനുള്ളത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഖബറിൽ വെക്കുമ്പോൾ അവസ്ഥയെ ഞാൻ പറയുന്നത്, നമുക്ക് എന്ത് തറവാടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തറവാടിന് പകരം നമുക്ക് പറയാനുള്ളത്? ആരെ മകനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, ആരെ വാപ്പയാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ, ആരുടെയെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥാനങ്ങൾ പറഞ്ഞതുകൊണ്ടോ രക്ഷപ്പെടാൻ കഴിയുന്ന ലോകമല്ല ഖബറാകുന്ന വീട് എന്നാണ് ഖബറിൽ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ താഴ്ത്തി വെക്കുന്ന സമയത്ത് പറഞ്ഞതെങ്കിൽ എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, ഇന്ന് ഞാൻ കിടക്കാൻ എന്റെ വീട്ടിലേക്ക് എത്തുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ വയല് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്ന് പറയാൻ നമുക്കറിയില്ല. പോകുന്ന വഴിയിൽ നമ്മുടെ മരണം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കാൽനടയിൽ വന്ന നമ്മൾ ചിലപ്പോൾ മറ്റ് 4 ആളുകൾ ചുമന്നു കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എന്ന് നമുക്ക് പറയാൻ അറിയില്ല. ഈ ലോകത്താണ് നമ്മൾ മറ്റുള്ളവനോട് അസൂയയായി, മറ്റുള്ളവരോട് ചെറുതായി കണ്ട്, മറ്റുള്ളവനെ ഇകഴ്ത്തി, മറ്റുള്ളവരെ പോരായ്മകൾ നോക്കി നമ്മളെ ജീവിതത്തിലെ പോരായ്മകളെ കുറിച്ച് ഓർമ്മിക്കാതെ ആലോചിക്കാതെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നതെങ്കിൽ നമ്മളെക്കാൾ നാശം വിതച്ചവനാരാണ്? നമ്മളെക്കാൾ നഷ്ടം സമ്പാദിക്കുന്നവരാരാണ്? കേൾക്കുന്ന വിശ്വാസികളെ, മരണത്തിന് വേണ്ടി ഒരുങ്ങിയ ജീവിതം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ സമ്പാദിച്ചില്ലെങ്കിൽ നമ്മളെക്കാൾ നാശം സമ്പാദിക്കുന്നവരാരാണ്? നമ്മളെക്കാൾ നഷ്ടം സമ്പാദിക്കുന്നവരാരാണ്? ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുന്ന ഉമ്മമാരെ, അവിടുന്ന് അവസാനം ഒരു ദിവസം കരയുന്നത് കണ്ടപ്പോ ചോദിച്ചില്ലേ, എന്തിനാണ് ഉമ്മ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടിയുണ്ട്, ആധുനിക യുഗത്തിൽ റിയലുകളുടെയും ഫോളോവേഴ്സിന്റെയും സബ്സ്ക്രൈബ്സിന്റെയും പിന്നാലെ പോയി അല്ലാഹുവിന്റെ ദീൻ മറന്ന് ജീവിക്കുന്ന പെങ്ങന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആഖിറം മറന്നുകൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും പെണ്ണായ എനിക്കും അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ അതാ നമ്മുടെ ശരീരത്തിന്റെ ഭംഗിയെടുത്ത് കാണിച്ച് നോക്കടോ എന്നെ, എന്നിട്ട് ലൈക്ക് അടിക്കടോ, എന്റെ ബഹുമാനം പറയടോ, എന്റെ ഭംഗി പറയടോ, എന്റെ ഭംഗി നോക്കിയിട്ട് ലവിന്റെ ചിഹ്നം അയച്ചു തരൂ എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി
ഇറങ്ങിച്ചെല്ലുന്ന മുസ്ലിം പെൺകുട്ടികളുണ്ടെങ്കിൽ, അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന ഏതെങ്കിലും പെങ്ങന്മാരുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമാണ് പറയുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും ഭൗതികമായ ചിന്തകളോ ഭൗതികമായ ആലോചനകളോ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സംസാരിക്കുന്ന ഏതോ ഉപദേശങ്ങളോ മറ്റോ കാര്യങ്ങളോ അല്ല നമ്മൾ പറയുന്നത്. അള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിച്ച് കാമില ഈമാനോടെ മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പെങ്ങന്മാർ അത്തരക്കാരുടെ കൂട്ടത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ദിവസം കൊടുത്ത മറുപടി എന്താണ് എന്നറിയോ? എന്തിനാണ് ഫാത്തിമ ഉമ്മ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്താണ് എന്നറിയോ? ജനങ്ങളെ, ഞാൻ മരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, ഞാൻ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ആരും എന്നെ ആരെയോട് പിടിപ്പിക്കേണ്ടതില്ല, ഇന്ന് ആരും എനിക്ക് വസ്ത്രമണിഞ്ഞു തരേണ്ടതില്ല, ഇന്ന് ആരും എനിക്ക് വസ്ത്രമിട്ട് തരേണ്ടതില്ല. എനിക്ക് സ്വന്തത്തിൽ വസ്ത്രമിടാൻ കഴിയാതെ എന്നെ പുതപ്പിക്കുന്ന, എനിക്ക് വസ്ത്രമണിഞ്ഞു തരുന്ന ഒരു ദിവസം വരാനുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് എന്താണ് എന്നറിയോ? എന്റെ ബോഡി ഷേപ്പ് എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള മയ്യത്തായി എന്നെ ചുരുട്ടിക്കെട്ടിയിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയം സഹാബത്തി എന്റെ ശരീരത്തിൽ അതാ ടൈറ്റാക്കി കെട്ടിയ മയ്യത്തിന്റെ കഫൻ തുണി നോക്കുമ്പോ എന്റെ ബോഡി ഷേപ്പ് കാണുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു കരഞ്ഞ ബീവിയാണ് സയ്യിദത്തിന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, നമ്മൾ ആരുടെയെങ്കിലും ഉപദേശങ്ങളോ ആരുടെയെങ്കിലും നിർദ്ദേശങ്ങളോ ഏതോ നിരീശ്വരവാദികളുടെ വാക്കുകളോ കേട്ടിട്ട് അതാണ് ലോകം എന്ന് ചിന്തിച്ച് അള്ളാന്റെ ദീനിനെതിരെ വിലങ്ങ് സംസാരിക്കുന്നവനായാൽ, അള്ളാന്റെ ദീനിന് വിലങ്ങ് പറയുന്നവനായാൽ, അള്ളാന്റെ ദീനിന് വില കൽപ്പിക്കാത്തവനായാൽ, കേൾക്കുന്ന പെങ്ങന്മാരെ ഫെമിനിസ്റ്റുകളാണെന്ന പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും എത്തിസ്റ്റുകളാണെന്ന പേരിൽ ഞങ്ങൾ ഭയങ്കരന്മാരാണ് എന്ന് ചിന്തിച്ച് നീ മുന്നോട്ട് പോകുമ്പോ ഒരൊറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. നിനക്ക് തടയാനും നിന്റെ മുന്നിൽ വരുന്ന പ്രയാസങ്ങൾ മാറ്റി നിർത്താനും കഴിയുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ, ഒരു സെക്കൻഡ് നിന്റെ പ്രയാസത്തെ മാറ്റി തരാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രത്തെ നിനക്ക് ലോകത്ത് കാണിക്കാൻ സാധിക്കുമോ? മാറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തെ വിശ്വസിച്ചിട്ട് അതിന്റെ പിന്നാലെ പോയി അല്ലാഹുവിനെ നിഷേധിക്കുന്നവനും നിഷേധിക്കുന്നവളുമായി വിരലുകടിക്കേണ്ട ഗതികേട് ആഖിറത്തിൽ സമ്പാദിക്കുന്ന പെങ്ങന്മാരായി. ഓ എന്റെ മുസ്ലിം പെൺകുട്ടികളെ, എന്റെ മുസ്ലിം പെങ്ങന്മാരെ, ഒരിക്കലും നമ്മൾ അതപ്പതിച്ചു പോകരുത് എന്ന് മാത്രം ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹ് കാമില ഈമാനോടെ ജീവിച്ച് കാമില ഈമാനോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ മഹലായ ഫദ്ല് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സർവ്വ മുഅ്മിനീങ്ങളെയും അല്ലാഹ് നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ, നീ പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ. അല്ലാഹ് ഇനി ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് റഹ്മാനെ. ഇനിയും നിന്റെ ദീനിനു വേണ്ടി ഒരുപാട് ഒരുമിച്ച് കൂടാനും ഒരുപാട് നിന്റെ ദീന് പഠിക്കാനും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും ആവശ്യമായ ഇൽമും തഖ്വയും ഇഖ്ലാസും വറവും എല്ലാം അടിമകളായ ഞങ്ങൾക്ക് നീ ഓശാരം തരണം റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ചൊരിയണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ മക്കളെ നീ പേച്ചവരെ കൂട്ടത്തിലാക്കരുത് റഹ്മാനെ. ഞങ്ങളെ പരമ്പരകളെ നീ പേച്ചവരെ കൂട്ടത്തിലാക്കരുത് റഹ്മാനെ. ഞങ്ങളെ നീ പേച്ചവരെ കൂട്ടത്തിൽ പെടുത്തി നശിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വഴിയിൽ നീ നിലനിർത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ അവസാനം നീ നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹ് ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹ് ഞങ്ങൾ കിഡ്നി ഇല്ലാത്തവരാണെന്ന് പറയപ്പെടുന്ന ഒരവസ്ഥ തരരുത് റഹ്മാനെ. അല്ലാഹ് കൈകാലുകൾ മുറിക്കണമെന്ന് ഡോക്ടർമാര് വിധിയെഴുതി തരുന്ന ഒരവസ്ഥ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും തഖ്വയിലും ഇഖ്ലാസിലും വറയിലും നിന്റെ പൊരുത്തത്തിലുമായുള്ള ജീവിതം അല്ലാഹ് പാവപ്പെട്ട അടിയങ്ങളായ ഞങ്ങൾക്ക് നീ ഓശാരം നൽകണം റഹ്മാനെ. നീ ഓശാരം നൽകണം റഹ്മാനെ. ഫ്ലൈറ്റ് ഡിലേ ആയതിന്റെ പേരിൽ ഈ പാവപ്പെട്ട മുത്താലിമ് 2 മണിക്കൂറോളം ഡിലേ ആയി. വളരെ പ്രതീക്ഷയോടെ കാത്തുനിന്ന മുഅ്മിനീങ്ങളാണ് ഈ സദസ്സിൽ. അല്ലാഹ് മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ ആഖിറം വിജയിപ്പിച്ചു തരാൻ ഒരു കാരണമായി ഇത് നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കി തരണം റഹ്മാനെ. ഇത് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സർവ്വ അമലുകളും നീ കബൂലാക്കി തരണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹ് പല രോഗങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് പറഞ്ഞവർ, അല്ലാഹ് പല വിഷമങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് പറഞ്ഞവർ, പണം കുടുങ്ങിപ്പോയിട്ട് ദുആ കൊണ്ട് പറഞ്ഞവർ, ആരും എന്ത് പ്രയാസം പറഞ്ഞു ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞവരുണ്ടോ അല്ലാഹ് എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ ഉറൂസിന് വേണ്ടി
ഓടി നടക്കുന്ന പ്രവർത്തകന്മാർ, ഇതിനുവേണ്ടി അധ്വാനിച്ച കമ്മിറ്റി ഭാരവാഹികൾ, നേതാക്കൾ, സഹായിച്ച മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ ഖൈറിന്റെ വഴികൾ തുറക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ ശർറിന്റെ കവാടങ്ങൾ അടക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീന ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വഅലുകൾ കാമുന്ന വിശ്വാസികളെ, വഅല് കേട്ടിട്ട് നിങ്ങളൊക്കെ നന്നാകണം എന്നുദ്ദേശിച്ചിട്ടല്ല ഈ പാവപ്പെട്ട മുത്തഅല്ലിം ഇവിടെ വന്നത്. എന്ന് പറഞ്ഞ് ഞാനൊന്ന് നന്നാകാനാണ്. അല്ലാഹു നമ്മളെല്ലാവരെയും അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅല് കേൾക്കുന്ന വിശ്വാസികളെ, മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. നമുക്കെല്ലാവർക്കും അസ്റായീലിനെ അറിയാം. അസ്റായീലിനെ നമ്മൾ അറിയോ എന്ന് നമുക്കറിയില്ല. അസ്റായീലിന് എന്റെ പേരറിയോ എന്ന് നമുക്കറിയില്ല. അസ്റായീലിന് എന്റെ ജീവിതം അറിയോ എന്ന് നമുക്കറിയില്ല. അസ്റായീലിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പറയാൻ നമുക്കറിയില്ല. ഈ ലോകത്താ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആര് വന്നില്ലെങ്കിലും, ആര് വിളിച്ചില്ലെങ്കിലും, റേഞ്ചില്ലെങ്കിലും, ഒന്നുമില്ലെങ്കിലും അസ്റായീലിന് വരുന്നതിന് ലോകത്ത് തടസ്സമായി ഒന്നുമില്ല. ഒരേ ഒരു കാര്യമേ അസ്റായീലിന് തടസ്സമായിട്ടുള്ളൂ. അതെന്താണ് എന്നറിയോ? എന്റെയും നിന്റെയും മരണത്തിന്റെ സമയമായോ എന്ന ഒരു തടസ്സം മാത്രം. ആ സമയം എപ്പോഴാണെന്ന് അറിയാത്തവരാ ഞാൻ, എപ്പോഴാണെന്ന് അറിയാത്തവരാ നമ്മള്. ആ അസ്റായീൽ നമ്മളിലേക്ക് വരുമ്പോ ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. വഅല് കേൾക്കുന്ന വിശ്വാസികളെ, എങ്ങനെയായിരിക്കാം, ഏത് രൂപത്തിലായിരിക്കാം, ഏത് ഭാവത്തിലായിരിക്കാം ഈ മുത്തഅല്ലിമിന്റെ അടുക്കലേക്ക് വരുന്നത്? എന്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ ഞാൻ കടന്നുപോയിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ കടന്നുപോയിട്ടുണ്ട്. മുസ്ലിമെ, ഹറാമ് ചെയ്യുന്ന സമയത്ത് അസ്റായീൽ നമ്മളെ മുന്നിൽ വരുന്ന ഒരു ഗതികേട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു പൊരുത്തപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു മരണം അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറുപ്പക്കാരെ, താടി വെക്കണം, താടി വളർത്തണം. താടി വെക്കാനുള്ളതാണ്. ചെറുപ്പക്കാരെ, നിങ്ങളോട് യോജിക്കുന്ന താടി നിങ്ങൾ വെക്കണം. താടി വെക്കാനല്ലാതെ താടി വടിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ചെറുപ്പക്കാരെ, താടി വളർത്താനുള്ളതാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകണം. എന്റെ വഅല് കേൾക്കുന്ന ഉമ്മമാരെ, ഒരിക്കലും നമ്മളെ മുഖം മറക്കാത്തവരായി, നമ്മളെ മാറി മറക്കാത്തവരായി, നബി തങ്ങളുടെ സുന്നത്ത് കൈയൊഴിക്കുന്നവരായി പെങ്ങന്മാരെ, ഉമ്മമാരെ നമ്മൾ മാറിപ്പോകരുത്. നമ്മൾ ചിലപ്പോൾ മുടി കാണിച്ച്, തല കാണിച്ച്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ച് നമ്മൾ അങ്ങാടിയിലേക്ക് പ്രദർശനത്തിന് ഇറങ്ങുമ്പോഴാണ് അസ്റായീൽ അലൈഹിസ്സലാം നമ്മളെ അടുക്കലേക്ക് വരുന്നതെങ്കിൽ, നമ്മളെ തേടി വരുന്നതെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. താടി വടിച്ചവനായി നമ്മുടെ മുഖത്തോട് മുഖം നോക്കിയിട്ട് അസ്റായീൽ നോക്കുമ്പോ മുഖത്ത് പോലും ഒരു സുന്നത്തെടുക്കാത്തവനായി അസ്റായീലിന്റെ മുന്നിലേക്ക് പോകേണ്ട ഒരു ഗതികേട്. ചെറുപ്പക്കാരെ, അത്ര വലിയ നഷ്ടം നമുക്ക് വേറെ പറയാനുണ്ടോ? വഫാത്തിന്റെ സമയമാകുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ, എന്റെ പ്രിയപ്പെട്ട പിൻഗാമികളുടെ അടുക്കലേക്ക് എന്നെ കാണിക്കപ്പെടൂ എന്ന് പറഞ്ഞത് ആരാ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനെ കാണിക്കപ്പെടുമ്പോ താടി വടിക്കപ്പെട്ടവരായി, നമ്മളെ മുഖം ഒരു സുന്നത്തെടുക്കാൻ മടി കാണിച്ച മുഖമായി. എന്റെ വഅല് കേൾക്കുന്ന പെങ്ങന്മാരെ, ഉമ്മമാരെ, നബി തങ്ങളുടെ നിർബന്ധത്തിൽ നമ്മളെ പഠിപ്പിച്ച നിർബന്ധമായ കർമ്മങ്ങൾ, ഖുർആൻ ഓതി നമ്മളോട് മറക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറക്കാത്തവരായി നമ്മൾ അസ്റായീലിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ട ഒരു ഗതികേട് നമ്മൾ സമ്പാദിക്കുന്നവരായാൽ നമ്മളെക്കാൾ നഷ്ടം സമ്പാദിച്ചവൻ ആരാണ്? നമ്മളെക്കാൾ നഷ്ടം പിടിച്ചവൻ ആരാണ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ദിവസം സിറാജുൽ ഹുദയിൽ ഞാൻ കിടക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു കുട്ടി ഇങ്ങനെ ഓടുകയാണ്. എന്റെ ഓർമ്മ പല്ലിയെ കൊല്ലാൻ വേണ്ടിയാണ് എന്നാണ്. ഈ കുട്ടി പല്ലിയെ കണ്ടിട്ട് അടിക്കുകയാണ്. അടിച്ചപ്പോൾ പല്ലി ആദ്യം വാല് മുറിച്ച് ഓടിക്കളഞ്ഞു. വിട്ടില്ല കുട്ടി. കാലിന്റെ മേലെയുള്ള ചെരുപ്പ് ഊരിയിട്ട കുട്ടി അടിച്ചു. പല്ലിയെ അടിച്ചിട്ട് ശരീരം രണ്ടായി വേർതിരിയുന്നത് വരെ ആ പല്ലിയെ വെറുതെ വിട്ടില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ആ പല്ലിയോടൊരു സഹതാപം തോന്നാതിരുന്നത്? പരിചയക്കുറവാണ്, കൂടുതൽ അറിവില്ലായ്മയാണ്, അറപ്പുള്ള ജീവിയായി കണ്ടതുകൊണ്ടാണ്. വഅല് കേൾക്കുന്ന മുസ്ലിമേ, അസ്റായീൽ എങ്ങനെയാണ് എന്നെ കാണുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മളെ ജീവിതത്തിലെ അമലുകളും, നമ്മളെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളും, നമ്മളെ ജീവിതത്തിലെ തിന്മകളും അളന്നിട്ടാണ് അസ്റായീൽ എന്നെയും നിങ്ങളെയും വീക്ഷിക്കുന്നതെങ്കിൽ മരണത്തിന്റെ സമയം എന്ന് പറയുന്നത് ഐഷ
മരണം വേദനയുള്ളതാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രിയപ്പെട്ട ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗത്ത്, തീർച്ചയായും മരണത്തിന് വേദനയുണ്ട് ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ എന്റെ വേദ കേൾക്കുന്ന വിശ്വാസികളെ, എന്റെയും നിങ്ങളൊക്കെ മുന്നിൽ വരാനുള്ള ആളാണ് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം. ആ വരുന്ന സമയം എന്നിലേക്ക് നോക്കിയിട്ട് എന്ത് നന്മയാണ് ആ അസ്റാഈലിനെ കാണാനുള്ളത് എന്നൊരു ഓർമ്മ, ഒരു ചോദ്യചിഹ്നം എന്നും എന്റെ ശരീരത്തോട്, എന്റെ ജീവിതത്തോട് ഈ പാവപ്പെട്ട മുത്തഅല്ലിമായ ഞാൻ ചോദിക്കണം, നിങ്ങളോട് ചോദിക്കണം. അതാണ് മഹാനായ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മരണത്തെക്കാൾ നിന്നെ ഉപദേശിക്കാൻ പറ്റിയ മറ്റൊരു ഉപദേശകൻ അതേതെങ്കിലും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന വായിലോ പ്രഭാഷകനോ അല്ല, മരണമാണ് ഏറ്റവും വലിയ ഉപദേശകൻ എന്ന് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, ഉപ്പമാരെ ആ മരണത്തിനൊരുങ്ങി ജീവിക്കാൻ ഞാൻ തയ്യാറാകണം. ഉമ്മമാരെ നമ്മൾ തയ്യാറാകണം. അതിന് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കണം, അതിനുവേണ്ടി നമ്മുടെ അധ്വാനങ്ങൾ ചെലവഴിക്കണം, നമ്മൾ ആരോഗ്യം ചെലവഴിക്കണം, സമയം ചെലവഴിക്കണം, സമ്പത്ത് ചെലവഴിക്കണം, മക്കളെ ചെലവഴിക്കണം. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹ് അത്തരം നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് അടിയങ്ങളായ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും അതിന് കാരണമാകുന്ന മജ്ലിസുകളായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണം റഹ്മാനെ. വിശ്വാസികളെ, നിങ്ങളൊക്കെ ദുആകളിൽ ഈ പാവപ്പെട്ട മുത്തഅല്ലിമിനെ ഉൾപ്പെടുത്തണമെന്ന വസിയ്യത്തോടെ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അല്പം വൈകിയെങ്കിലും വലിയ പ്രതീക്ഷയോടെ കാത്തുനിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്കും അല്ലാഹു സ്വർഗം പകരം തരട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. നിങ്ങളാൽ കഴിയുന്ന സഹായം സംഘാടകർക്ക് സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ മുശാഹഫത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു